സക്സസ് ഓയിലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ ചെയ്യാൻ പോകുന്നത് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രമേയം പാസ്സാക്കിയത് ഏത് സമ്മേളനത്തിൽ വെച്ചാണ്? ലാഹോർ സമ്മേളനത്തിലാണ്. 1929 ലാഹോർ സമ്മേളനത്തിൽ വെച്ചാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രമേയം പാസ്സാക്കിയത്. ലാഹോർ സമ്മേളനം 1929. സിന്ധു നദീതട സംസ്കാര കേന്ദ്രങ്ങളിൽ ഒന്നായ കാലിബഗൻ നഗരം ഏത് നദീതീരത്തായിരുന്നു? കാലിബഗൻ സിന്ധു നദീതട സംസ്കാര കേന്ദ്രങ്ങളിൽ ഒന്നാണ്. കാലിബഗൻ ഏത് നദീതീരത്തായിരുന്നു സ്ഥിതി ചെയ്തത്? ഗഗ്ഗർ നദീതീരത്താണ്. ഗഗ്ഗർ നദീതീരം. സിംല, ഡാർജിലിംഗ് തുടങ്ങിയ പ്രധാന സുഖവാസ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഉത്തരപർവ്വത മേഖലയിലെ ഏത് മലനിരയിലാണ്? ഏതൊക്കെയാണ് സിംല, ഡാർജിലിംഗ് തുടങ്ങിയ പ്രധാന സുഖവാസ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഉത്തരപർവ്വത മേഖലയിലെ ഏത് മലനിരയിലാണ്? ഹിമാചലാണ്. ഹിമാചൽ. 27 ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീര കനാൽ ഏത് ജലപാതയുടെ ഭാഗമാണ്? കേരളത്തില് കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീര കനാൽ ഏത് ജലപാതയുടെ ഭാഗമാണ്? ദേശീയ ജലപാത 3 ആണ്. ദേശീയ ജലപാത 3. വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതനിരയുടെ കിഴക്കൻ ചരിവിലൂടെ വീശുന്ന കാറ്റേത്? വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതനിരയുടെ കിഴക്കൻ ചരിവിലൂടെ വീശുന്ന കാറ്റ് ചിനൂക്കാണ്. ചിനൂക്ക്. മൺസൂണിന്റെ രൂപം കൊള്ളലിന് കാരണമാകാത്ത ഘടകം ഏത്? കാരണമാകാത്ത ഘടകം. മൺസൂണിന്റെ രൂപം കൊള്ളലിന് കാരണമാകാത്ത ഘടകം. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ഏതൊക്കെയാണ്? സൂര്യന്റെ അയനം, കോറിയോലിസ് പ്രഭാവം, തപന നിലയിലെ വ്യത്യാസം, ഘർഷണം എന്നിവയാണ്. ഇതിൽ ഓപ്ഷൻ ഡി ആണ് മൺസൂണിന്റെ രൂപം കൊള്ളലിന് കാരണമാകാത്ത ഘടകങ്ങൾ. അപ്പൊ സൂര്യന്റെ അയനം, കോറിയോലിസ് പ്രഭാവം, തപനത്തിലെ വ്യത്യാസം എല്ലാം എന്താണ്? മൺസൂണിന്റെ രൂപം കൊള്ളലിന് കാരണമാകുന്ന ഘടകങ്ങളാണ്. അടുത്ത ചോദ്യം, കേരളത്തിൽ ത്രിതല പഞ്ചായത്ത് നിയമം നിലവിൽ വന്നത്? ത്രിതല പഞ്ചായത്ത് നിയമം കേരളത്തിൽ നിലവിൽ വന്നത് എന്നാണ്? 1994 ഏപ്രിൽ 23. 1994 ഏപ്രിൽ മാസം 23-ാം തീയതിയാണ് കേരളത്തിൽ ത്രിതല പഞ്ചായത്ത് നിയമം നിലവിൽ വന്നത്. എന്നാണ്? 1994 ഏപ്രിൽ 23. അടുത്ത ചോദ്യം, ഏറ്റവും കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്തുകളുള്ള ജില്ല? ഏറ്റവും കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്തുകളുള്ള ജില്ല തൃശ്ശൂരാണ്. തൃശ്ശൂർ. അഴിമതി തടയുന്നതിനായിട്ട് ദേശീയ തലത്തിൽ 1964 രൂപം നൽകിയ സ്ഥാപനം ഏത്? അഴിമതി തടയുന്നതിനായിട്ട് ദേശീയ തലത്തിൽ 1964 രൂപം നൽകിയ സ്ഥാപനമാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ. സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ആര്? പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ലോക്സഭാ സ്പീക്കറാണ്. ലോക്സഭാ സ്പീക്കറാണ് പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത്. അടുത്ത ചോദ്യം, രാജ്യസഭാംഗമാകുവാനുള്ള കുറഞ്ഞ പ്രായപരിധി? രാജ്യസഭാംഗമാകുവാനുള്ള കുറഞ്ഞ പ്രായപരിധി എത്രയാണ്? 30 വയസ്സാണ്. 30 വയസ്സാണ് രാജ്യസഭാംഗമാകുവാനുള്ള കുറഞ്ഞ പ്രായപരിധി. വനിതാ ശാക്തീകരണം ഇന്ത്യയുടെ ശാക്തീകരണം എന്നത് ഏത് ബാങ്കിന്റെ മുദ്രാവാക്യമാണ്? വനിതാ ശാക്തീകരണം ഇന്ത്യയുടെ ശാക്തീകരണം എന്നത് ഏത് ബാങ്കിന്റെ മുദ്രാവാക്യമാണ്? മഹിളാ ബാങ്കിന്റേതാണ്. മഹിളാ ബാങ്ക്. സുവർണ നാര് എന്നറിയപ്പെടുന്ന ഉൽപ്പന്നം ഏത്? സുവർണ നാര് എന്നറിയപ്പെടുന്നത് ചണമാണ്. സുവർണ നാര് എന്നറിയപ്പെടുന്ന ഉൽപ്പന്നം ഏതാണ്? ചണമാണ്. തിലോത്തമ ഏത് കാർഷിക വിളയുടെ ഇനമാണ്? തിലോത്തമ ഏത് കാർഷിക വിളയുടെ ഇനമാണ്? എള്ളാണ്. എള്ളിന്റെ ഇനമാണ് തിലോത്തമ. ഗാർഡൻ റീച്ച് കപ്പൽ നിർമ്മാണശാല സ്ഥിതി ചെയ്യുന്നത്? ഗാർഡൻ റീച്ച് കപ്പൽ നിർമ്മാണശാല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്?
കൊൽക്കത്തയിലാണ്. ഗാർഡൻ റീച്ച് കപ്പൽ നിർമ്മാണശാല സ്ഥിതി ചെയ്യുന്നത് കൊൽക്കത്ത. സ്റ്റീൽ സിറ്റി എന്നറിയപ്പെടുന്ന നഗരം, സ്റ്റീൽ സിറ്റി ജംഷഡ്പൂർ ആണ്. സ്റ്റീൽ സിറ്റി എന്നറിയപ്പെടുന്ന നഗരം ഏതാണ്? ജംഷഡ്പൂർ. 1964 റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ ആരംഭിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാല. 1964 ഏത് രാജ്യത്തിൻ്റെതാണ്? റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ ആരംഭിച്ച ഇരുമ്പുരുക്ക് ശാല ഏതാണ്? ബൊക്കോറോയാണ്. ബൊക്കോറോ ഏത് രാജ്യത്തിന്റെ സാങ്കേതിക സഹായത്തോടെയാണ് ആരംഭിച്ചത്? റഷ്യയുടേതാണ്, റഷ്യ. ആൽഗകളെ കുറിച്ചുള്ള പഠനം, ആൽഗകളെ കുറിച്ചുള്ള പഠനമാണ് ഫൈക്കോളജി. ഫൈക്കോളജി എന്നത് എന്തിനെ കുറിച്ചുള്ള പഠനമാണ്? ആൽഗകളെ കുറിച്ചുള്ള പഠനമാണ് ഫൈക്കോളജി. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതാണ്? രക്തം കട്ടപിടിക്കാനായിട്ട് സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഫൈബ്രിനോജൻ ആണ്. ഫൈബ്രിനോജൻ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ. അടുത്തത് ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, കശുവണ്ടി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം. കശുവണ്ടി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ആനക്കയത്താണ്. ആനക്കയത്ത് കശുവണ്ടി ഗവേഷണ കേന്ദ്രമാണ് സ്ഥിതി ചെയ്യുന്നത്. ശരീരത്തിൽ ഏറ്റവും കൂടുതൽ അമോണിയ ഉൽപ്പാദിപ്പിക്കുന്ന അവയവം ഏതാണ്? ശരീരത്തിൽ ഏറ്റവും കൂടുതൽ അമോണിയ ഉൽപ്പാദിപ്പിക്കുന്ന അവയവം കരളാണ്, കരൾ. റോക്കറ്റിൽ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത്, ഇത് ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. രാസോർജം വൈദ്യുതോർജമാക്കുന്നത് ഏത്? രാസോർജം വൈദ്യുതോർജമാക്കുന്നത് ബാറ്ററിയാണ്. ബാറ്ററിയാണ് രാസോർജത്തെ വൈദ്യുതോർജമാക്കി മാറ്റുന്നത്. ബാറ്ററിയിൽ എന്താണ് നടക്കുന്നത്? രാസോർജം വൈദ്യുതോർജമായിട്ട് മാറുന്നു. താഴെ പറയുന്നതിൽ ഏതിലാണ് തന്മാത്രകൾക്ക് ഏറ്റവും കൂടുതൽ ഗതികോർജമുള്ളത്? ഗതികോർജം വാതകങ്ങളിലാണ്. വാതകങ്ങളിലാണ് തന്മാത്രകൾക്ക് ഏറ്റവും കൂടുതൽ ഗതികോർജം ഉള്ളത്. അടുത്ത ചോദ്യം, ഉയരം കൂർന്നതിനനുസരിച്ച് അന്തരീക്ഷമർദ്ദം കുറഞ്ഞു വരുന്നു. ഏകദേശം 10 മീറ്റർ ഉയരത്തിന് എത്ര തോതിലാണ് മർദ്ദം കുറയുന്നത്? ഉയരം കൂടുന്നതിനനുസരിച്ച് അന്തരീക്ഷമർദ്ദത്തിന് എന്താണ് സംഭവിക്കുന്നത്? അന്തരീക്ഷമർദ്ദം കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. ഏകദേശം 10 മീറ്റർ ഉയരത്തിന് എത്ര തോതിലാണ് മർദ്ദം കുറയുന്നത്? 1 മില്ലി ബാർ എന്ന തോതിലാണ്. 1 മില്ലി ബാർ. സൗരയൂഥത്തിലെ ഏറ്റവും സാന്ദ്രത കൂടിയ ഗ്രഹം ഏത്? ഏറ്റവും സാന്ദ്രത കൂടിയ ഗ്രഹം ഭൂമിയാണ്. ഭൂമി. സൗരയൂഥത്തിലെ ഏറ്റവും സാന്ദ്രത കൂടിയ ഗ്രഹം ഭൂമി. ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കൽ എന്നറിയപ്പെടുന്നത് മൗലികാവകാശമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നത് മൗലികാവകാശങ്ങളാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നത് മൗലികാവകാശങ്ങൾ. ഭരണഘടനയിൽ വകുപ്പ് 324 പ്രതിപാദിക്കുന്നത് എന്തിനെ കുറിച്ചാണ്? ഭരണഘടനയിൽ വകുപ്പ് 324 പ്രതിപാദിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് ഭരണഘടനയിൽ ഏത് വകുപ്പിലാണ് പ്രതിപാദിക്കുന്നത്? 324 അന്യായമായി തടവിൽ പാർപ്പിച്ചിരിക്കുന്ന ഒരാളെ സ്വതന്ത്രമാക്കുന്നതിനുള്ള റിട്ട്. അന്യായമായിട്ട് തടവിൽ പാർപ്പിച്ചിരിക്കുന്ന ഒരാളെ സ്വതന്ത്രമാക്കുന്നതിനുള്ള റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. ഹേബിയസ് കോർപ്പസ്. അടുത്ത ചോദ്യം, നിങ്ങൾ രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടാതിരിക്കുന്നതിന്റെ പരിണിത ഫലം നിങ്ങളെക്കാൾ മോശമായവർ നിങ്ങളെ ഭരിക്കുമെന്നതാണ്. ആരുടെ വാക്കുകളാണിത്? നിങ്ങൾ രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടാതിരിക്കുന്നതിന്റെ പരിണിത ഫലം നിങ്ങളെക്കാൾ മോശമായവർ നിങ്ങളെ ഭരിക്കുമെന്നതാണ്. ആരുടെ വാക്കുകളാണിത്? പ്ലാറ്റോയുടെയാണ്. ചുവടെ നൽകിയിട്ടുള്ളതിൽ ലാറ്ററൈറ്റ് മണ്ണ് രൂപം കൊള്ളുന്ന പ്രദേശം ഏത്? ലാറ്ററൈറ്റ് മണ്ണ് രൂപം കൊള്ളുന്ന പ്രദേശം ഏത്? ഓപ്ഷൻസ് തന്നിരിക്കുന്നത് നദികളുടെ നിക്ഷേപണത്തിലൂടെ രൂപം കൊള്ളുന്ന സമതല പ്രദേശം, മരുഭൂമി പ്രദേശം, മൺസൂൺ മഴയും ഇടവിട്ട് ഉഷ്ണവും അനുഭവപ്പെടുന്ന പ്രദേശം, ആഗ്നേയ ശിലകളാൽ നിർമ്മിതമായ പ്രദേശം. ലാറ്ററൈറ്റ് മണ്ണ് രൂപം കൊള്ളുന്ന പ്രദേശമാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് വരുന്നത്. മൺസൂൺ മഴയും ഇടവിട്ട് ഉഷ്ണവും അനുഭവപ്പെടുന്ന പ്രദേശം. നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? ലാറ്ററൈറ്റ് മണ്ണാണ്. അപ്പൊ മൺസൂൺ മഴയും ഇടവിട്ട് ഉഷ്ണവും അനുഭവപ്പെടുന്ന പ്രദേശത്താണ് ലാറ്ററൈറ്റ് മണ്ണ് രൂപം കൊള്ളുന്നത്.
അടുത്ത ചോദ്യം, ഭിന്നശേഷിയുള്ളവർക്കായിട്ട് IT പാർക്ക് നിർമ്മിച്ച ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഭിന്നശേഷിയുള്ളവർക്കായിട്ട് IT പാർക്ക് നിർമ്മിച്ച ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം തെലങ്കാനയാണ്. തെലങ്കാന. 2018 തായ്ലൻഡിലെ ഗുഹയിൽ കുടുങ്ങിയത് ഏത് ഫുട്ബോൾ ടീമിലെ കുട്ടികളാണ്? 2018 എവിടത്തെയാണ്? തായ്ലൻഡിലെ ഗുഹയിൽ കുടുങ്ങിയത് ഏത് ഫുട്ബോൾ ടീമിലെ കുട്ടികളാണ്? വൈൽഡ് ബോർ ആണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, വൈൽഡ് ബോർ. ചുവടെ കൊടുത്തിരിക്കുന്നതിൽ കൂട്ടത്തിൽ പെടാത്തത് ഏത്? ചുവടെ കൊടുത്തിരിക്കുന്നതിൽ കൂട്ടത്തിൽ പെടാത്തത് തൂത്തുക്കുടി, വിശാഖപട്ടണം, പാരദ്വീപ്, നേവാശേവ എന്നിവയാണ് തന്നിരിക്കുന്നത്. ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് ഓപ്ഷൻ ഡി ആണ്, നേവാശേവ. ഭീമ ഏത് നദിയുടെ പോഷക നദിയാണ്? ഭീമ ഏത് നദിയുടെ പോഷക നദിയാണ്? കൃഷ്ണ. കൃഷ്ണ നദിയുടെ പോഷക നദിയാണ് ഭീമ. ഭീമ ഏത് നദിയുടെ പോഷക നദിയാണ്? കൃഷ്ണ. മരത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം. ഒരു മരത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് ചെൻതരുണി വന്യജീവി സങ്കേതം. ഒരു മരത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ഏതാണ്? ചെൻതരുണി വന്യജീവി സങ്കേതമാണ്. ജാതിക്കുമ്മി ആരുടെ കൃതിയാണ്? ജാതിക്കുമ്മി പണ്ഡിറ്റ് കറുപ്പന്റെ കൃതിയാണ് ജാതിക്കുമ്മി. ജാതിക്കുമ്മി ആരുടെ കൃതിയാണ്? പണ്ഡിറ്റ് കറുപ്പൻ. ഉദയഭൂമി ആരുടെ സമാധി സ്ഥലമാണ്? ഉദയഭൂമി KR നാരായണൻ. KR നാരായണന്റെ സമാധി സ്ഥലമാണ് ഉദയഭൂമി. ഉദയഭൂമി ആരുടെ സമാധി സ്ഥലമാണ്? KR നാരായണന്റെ സമാധി സ്ഥലമാണ് ഉദയഭൂമി. ഭർത്താവില്ലാത്ത സ്ത്രീകൾക്കും പിന്നോക്കാവസ്ഥയിലുള്ള സ്ത്രീകൾക്കും വേണ്ടി സംസ്ഥാന തൊഴിൽ വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏത്? ശരണ്യ. ഭർത്താവില്ലാത്ത സ്ത്രീകൾക്കും പിന്നോക്കാവസ്ഥയിലുള്ള സ്ത്രീകൾക്കും വേണ്ടിയിട്ട് സംസ്ഥാന തൊഴിൽ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ശരണ്യ. 941 ദിവസം തുടർച്ചയായി പ്രവർത്തിച്ച് ലോക റെക്കോർഡ് നേടിയ ഇന്ത്യയിലെ ആണവ നിലയം ഏത്? 941 ദിവസം തുടർച്ചയായിട്ട് പ്രവർത്തിച്ച് ലോക റെക്കോർഡ് നേടിയ ഇന്ത്യയിലെ ആണവ നിലയം ഏതാണ്? കൈകയാണ്. കൈക. സെൻട്രൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി നിലവിൽ വരുന്ന സംസ്ഥാനം ഏത്? സെൻട്രൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി നിലവിൽ വരുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശ് ആണ്. ആന്ധ്രാപ്രദേശ്. ജനസംഖ്യാ ദിനമായിട്ട് ആചരിക്കുന്നത്. ജനസംഖ്യാ ദിനമായിട്ട് ആചരിക്കുന്നത് ജൂലൈ 11 ജൂലൈ മാസം 11 തീയതിയാണ് ജനസംഖ്യാ ദിനമായിട്ട് ആചരിക്കുന്നത്. ജനസംഖ്യാ ദിനം എന്നാണ് ജൂലൈ 11. അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായിട്ട് ഉയർത്തിയ വ്യക്തി ആരാണ്? അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായിട്ട് ഉയർത്തിയ വ്യക്തി മാഡം ബിക്കാജി കാമയാണ്. മാഡം ബിക്കാജി കാമ. 0 ഡിഗ്രി രേഖാംശ രേഖയിൽ രാവിലെ 10 മണിയായിരിക്കുമ്പോൾ 82.5 ഡിഗ്രി രേഖാംശ രേഖയിൽ എത്രയായിരിക്കും സമയം? 3:30 PM ആണ്. 0 ഡിഗ്രി രേഖാംശ രേഖയിൽ രാവിലെ 10 മണിയായിരിക്കുമ്പോൾ 82.5 ഡിഗ്രി രേഖാംശ രേഖയിൽ 3:30 PM ആയിരിക്കും. ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഏഷ്യൻ രാജ്യം ചൈനയാണ്. ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഏഷ്യൻ രാജ്യം ഏതാണ്? ചൈന. ഇനി വരുന്നത് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ്. Have you told him about dash accident? Have you told him about the accident? I would not accept the offer if I dash you. I would not accept the offer if I were you. He was accompanied dash his wife. He was accompanied by his wife. This is the boy dash won the gold medal. This is the boy who won the gold medal. അടുത്തത് deleted question ആണ്. I have lost my dash of keys. I have lost my bunch of keys. Meaning of senicide is. Meaning of senicide. Killing an old man. Killing an old man. India won the match. Change this into passive. The match was won by India. I am always dash trouble with my neighbors.
I am always having trouble with my neighbors. Either you or she dash got the box. Either you or she has got the box. I dashed my grandfather's house in those days. I had to visit my grandfather's house in those days. A man whose wife is dead is called widower. I don't like the tea, he said. Change this sentence into indirect speech. He said that he didn't like the tea. Her mother died last year. Her mother passed away last year. Few people knew the answer. Did they? Few people knew the answer, did they? He is the dash of the three brothers. He is the richest of the three brothers. Although it was cloudy, we dashed for a walk. We went for a walk. Find out the correctly spelled word. MASSACRE. The noise caused all the neighbors to go nuts. The chief guest gave dash prize. The chief guest gave away the prize. ഇനി മലയാളം ചോദ്യങ്ങളാണ് വരുന്നത്. ഗൃഹസ്ഥൻ എന്ന പദത്തിന്റെ എതിർലിംഗം ഗ്രഹനായിക. പ്രസൻസ് ഓഫ് മൈൻഡ് എന്നതിന്റെ മലയാള പദം മനസാന്നിധ്യം. വിചാരിച്ചത് കിട്ടിയില്ലെങ്കിൽ കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെടുക എന്നർത്ഥം വരുന്ന ശൈലി ഏത്? ഇന്ദുലേഖയില്ലെങ്കിൽ ദാസി. ഷഷ്പം എന്ന പദത്തിന്റെ അർത്ഥം എന്ത്? ഇളമ്പുല്ല്. അത്യന്തം എന്ന പദം പിരിച്ചെഴുതുമ്പോൾ കിട്ടുന്നത് അതി പ്ലസ് അന്തം. 96 ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. സഹജം എന്ന പദത്തിന്റെ വിപരീത പദം ആർജിതം. കണ്ണ് കാണാത്തവൻ എന്ന വാക്കിന്റെ ഒറ്റ പദം എഴുതുക. അന്ധൻ. ശരിയായത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്. അനുദിനം വർദ്ധിക്കുന്ന ജനത്തെ തീറ്റിപ്പോറ്റുക. അവസാനത്തെ ചോദ്യം കടങ്കഥയ്ക്ക് ഉത്തരം കണ്ടെത്തുക. വെള്ളയപ്പത്തിന് ഇരുമ്പ് ചട്ടി വെള്ളത്തിൽ ആരു കമഴ്ത്തിയിട്ടു. താന്നു പോകില്ല ഇരുമ്പ് ചട്ടി കാണാമതിലോ വെളുത്തു ചുട്ടി. ഓപ്ഷൻ എ ആണ് ഉത്തരം. ആമ.